നമസ്കാരം. UK സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. സ്വന്തമായി ദീർഘദൂര മിസൈലുകൾ നിർമ്മിക്കാനുള്ള ഉക്രൈനിന്റെ ശേഷി ബ്രിട്ടൻ വർദ്ധിപ്പിക്കുമെന്ന് ആന്റി ബേണ. പ്രധാനമന്ത്രിയായ ശേഷമുള്ള തന്റെ ആദ്യ വിദേശ സന്ദർശനമാണ് ഉക്രൈനിലേക്ക് നടത്തുന്നത്. ഉക്രൈനിന് സ്വന്തമായി ദീർഘദൂര മിസൈലുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്നതിനായി ആംഗ്ലോ ഫ്രഞ്ച് സ്റ്റോം ഷാഡോ മിസൈലുകളിലെ UK നിർമ്മിത ഘടകങ്ങളെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ബ്രിട്ടൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. UK പ്രധാനമന്ത്രിയായ ശേഷമുള്ള ബേൺഹാമിന്റെ ആദ്യ ഉക്രൈൻ സന്ദർശനമാണിത്. ഉക്രൈന്റെ 35ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം കീവിലേക്ക് പോകുന്നത്. ഉക്രൈനിൽ ദീർഘദൂര മിസൈലുകളുടെ അസംബ്ലി ലൈനുകൾ സ്ഥാപിക്കാൻ ഫ്രാൻസിനെ സഹായിക്കുമെന്നും UK അറിയിക്കും. ബ്രിട്ടന്റെ സഹായങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയിട്ടുണ്ടെന്നാണ് റഷ്യയുടെ വിമർശനം. ലണ്ടനിലെ റഷ്യൻ അംബാസഡറെ റഷ്യ തിരിച്ചു വിളിച്ചതും യുദ്ധത്തിൽ UKയുടെ പങ്കാളിത്തത്തിനെതിരെ മോസ്കോ നൽകിയ മുന്നറിയിപ്പുകളും നിലവിലെ പിരിമുറുക്കം വ്യക്തമാക്കുന്നു. റഷ്യയുടെ ഭീഷണികൾക്ക് വഴങ്ങില്ല എന്നും സമാധാനം പുനഃസ്ഥാപിക്കുന്നതുവരെ ഉക്രൈനൊപ്പം ഉറച്ചു നിൽക്കുമെന്നും ബേണ വ്യക്തമാക്കി. ശനിയാഴ്ച മാക്രോൺ സെലൻസ്കിയുമായി സംസാരിച്ചപ്പോൾ കൈവിനെതിരെ അടുത്തിടെയുണ്ടായ അതിവേഗ റഷ്യൻ മിസൈൽ ആക്രമണങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്ന പ്രത്യേക ഇന്റർസെപ്റ്റർ മിസൈലുകൾ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തു. UKയിലെ പ്രധാനമന്ത്രി ആന്റി ബേണാമിന് വരാനിരിക്കുന്ന ലേബർ പാർട്ടി കോൺഫറൻസിൽ ഗാസയിലെ ഇസ്രയേലിന്റെ സൈനിക നടപടികളെ വംശഹത്യയായി ഔദ്യോഗികമായി അംഗീകരിക്കാൻ പാർട്ടിയിലെ വിവിധ ഗ്രൂപ്പുകളിൽ നിന്ന് കടുത്ത സമ്മർദ്ദം നേരിടേണ്ടി വരും. മൊമെന്റം, ലേബർ ആൻഡ് പലസ്തീൻ സോളിഡാരിറ്റി ക്യാമ്പയിൻ തുടങ്ങിയ പാർട്ടിയിലെ അടിസ്ഥാന സംഘടനകൾ ഇതിനായി പ്രമേയം അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇസ്രയേലിന്റെ നടപടികളെ വംശഹത്യയായി അംഗീകരിക്കാനും പൂർണ്ണ ആയുധ ഉപരോധം ഏർപ്പെടുത്താനും പ്രധാനമന്ത്രിയെ നിർബന്ധിക്കാൻ പാർട്ടി അംഗങ്ങൾ ശ്രമിക്കുന്നതിനിടെ ഗാസയുടെ പേരിൽ ആന്റി ബേണാവുമായി ഒരു കോൺഫറൻസ് പോരാട്ടത്തിന് ഗ്രാസ് റൂട്ട് ലേബർ ഗ്രൂപ്പുകൾ ഒരുങ്ങുകയാണ്. മൊമെന്റം, ലേബർ ആൻഡ് പലസ്തീൻ, ക്യാമ്പയിൻ ഫോർ ലേബർ പാർട്ടി ഡെമോക്രസി, പലസ്തീൻ സോളിഡാരിറ്റി ക്യാമ്പയിൻ എന്നിവ അടുത്ത മാസം പ്രധാനമന്ത്രി എന്ന നിലയിൽ ബേണാമിന്റെ ആദ്യ ലേബർ സമ്മേളനത്തിന് മുൻപ് സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ പദ്ധതിയിടുന്നു. ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തിയെന്ന UN അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകൾ സർക്കാർ അംഗീകരിക്കുക, ഇസ്രയേലിന് മേൽ പൂർണ്ണ ആയുധ ഉപരോധവും സമഗ്രമായ വ്യാപാര ഉപരോധങ്ങളും ഏർപ്പെടുത്തുക. മുൻപ് സ്റ്റാർമറുടെ നേതൃത്വത്തിൽ ഗാസ വിഷയത്തിൽ പാർട്ടി സ്വീകരിച്ച നിലപാടുകളിൽ ബേണാം ക്ഷമാപണം നടത്തിയിരുന്നുവെങ്കിലും വംശഹത്യ എന്ന വാക്കുപയോഗിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. വംശഹത്യയാണോ എന്ന അന്താരാഷ്ട്ര കോടതികളാണ് തീരുമാനിക്കേണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. 100-ലധികം മുൻ നയതന്ത്രജ്ഞരും ലേബർ പാർട്ടിയിലെ മുതിർന്ന അംഗങ്ങളും ഇസ്രയേലിനെതിരെ കർശന നടപടിയെടുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. UKയിൽ ജനിച്ചവർക്കും കുട്ടികളുള്ള 35 വയസ്സിന് താഴെയുള്ള വിവാഹിതരായ ദമ്പതികൾക്കും സോഷ്യൽ ഹൗസിംഗിൽ മുൻഗണനാ പട്ടികയിൽ മുന്നിൽ സ്ഥാനം നൽകും. ഇതിലൂടെ വിദേശത്ത് ജനിച്ച ബ്രിട്ടീഷ് പൗരന്മാർക്ക് വീടുകൾ ലഭിക്കാൻ കൂടുതൽ കാലം കാത്തിരിക്കേണ്ടി വരും. അതേസമയം ബ്രിട്ടീഷ് മാതാപിതാക്കൾ താൽക്കാലികമായി വിദേശത്തായിരിക്കുമ്പോൾ ജനിച്ചവരെ ഈ പുതിയ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കും. തിങ്കളാഴ്ച റിഫോം UK പ്രഖ്യാപിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രകാരം വിദേശത്ത് ജനിച്ച ബ്രിട്ടീഷ് പൗരന്മാർക്ക് സോഷ്യൽ ഹൗസിംഗിനായി കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരും. ലണ്ടനിൽ നടക്കുന്ന പത്രസമ്മേളനത്തിൽ നിക്കൽ ഫെറേജിന്റെ പാർട്ടി നയം പ്രഖ്യാപിക്കും. ഈ നയം പ്രകാരം UKയിൽ ജനിച്ചവർക്കും കുട്ടികളുള്ള യുവവിവാഹിതരായ ദമ്പതികൾക്കും സാമൂഹ്യ ഭവന നിർമ്മാണത്തിന് മുൻഗണന നൽകും. വിദേശ പൗരന്മാരെ സോഷ്യൽ ഹൗസിംഗിൽ നിന്ന് നിരോധിക്കുമെന്ന് പാർട്ടി മുൻപ് പറഞ്ഞിരുന്നു. അതായത് പുതിയ നയം വിദേശത്ത് ജനിച്ചവരെക്കാൾ UKയിൽ ജനിച്ച ബ്രിട്ടീഷുകാർക്ക് പ്രത്യേകമായി മുൻഗണന നൽകുന്നു. നിലവിൽ 1.3 ദശലക്ഷത്തോളം ആളുകൾ സോഷ്യൽ ഹൗസിംഗിനായി കാത്തിരിക്കുന്നുണ്ടെന്നും ഈ സംവിധാനം UKയിലെ യുവ തൊഴിലാളികൾക്ക് പ്രയോജനകരമാണെന്നും റിഫോം UK ഡെപ്യൂട്ടി നേതാവ് റിച്ചാർഡ് ടൈസ് വ്യക്തമാക്കി. ദേശീയതയെയും പ്രായത്തെയും അടിസ്ഥാനമാക്കി മുൻഗണന നിശ്ചയിക്കുന്നത് സമൂഹത്തിലെ നിർധനരായ ആളുകളെയും അടിയന്തരമായി സഹായം ആവശ്യമുള്ളവരെയും സാരമായി ബാധിക്കുമെന്ന് ഷെൽട്ടർ പോലുള്ള ചാരിറ്റി സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടനിലെ ഭവനവില പല ഭാഗങ്ങളിലും ബൂമിംഗ് രേഖപ്പെടുത്തി. നോർത്ത് മേഖലയിലാണ് വില വർധനവ് ഏറ്റവും കൂടുതൽ പ്രകടമായി വരുന്നത്. അതേസമയം തലസ്ഥാനമായ ലണ്ടനിൽ തങ്ങളുടെ പ്രോപ്പർട്ടികളുടെ മൂല്യം ആയിരക്കണക്കിന് പൗണ്ട് താഴേക്ക് പോകുന്നതിന് സാക്ഷികളാവുകയാണ് ഭവന ഉടമകൾ. ജൂൺ മാസത്തിൽ UKയിലെ ഭവനവില 2% വർദ്ധിച്ചതായി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് സ്ഥിരീകരിച്ചു. ശരാശരി ഭവനങ്ങളുടെ മൂല്യത്തിലേക്ക് 5392 പൗണ്ടാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഇതോടെ ശരാശരി പ്രോപ്പർട്ടി വില 2,72,188 പൗണ്ടിലേക്ക് എത്തിയെന്ന് ONS കണക്കാക്കുന്നു. മെയ് മുതൽ ജൂൺ വരെ വില 0.1% ഉയർന്നു. ഇതോടെ ജീവിത ചെലവ് പ്രതിസന്ധി ഘട്ടത്തിലും വിപണി ശക്തമായി നിലകൊള്ളുന്നുവെന്നാണ് വ്യക്തമാക്കുന്നത്. ഇംഗ്ലണ്ടിൽ വിൽക്കപ്പെടുന്ന വീടുകളുടെ എണ്ണത്തിലും ചെറിയ വർധന രേഖപ്പെടുത്തി. അതേസമയം സ്കോട്ട്ലൻഡിലും വെയിൽസിലും വീട് വിൽപ്പന മന്ദീഭവിച്ചു. സെമി ഡിറ്റാച്ച്ഡ് വീടുകളാണ് ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്നത്. ഇവയുടെ വില ഒരു വർഷത്തിനിടെ 3.4% ഉയർന്ന് 2,77,332 പൗണ്ടിലേക്ക് എത്തി. ഡിറ്റാച്ച്ഡ് ഭവനങ്ങൾ ഇപ്പോഴും വില കൂടിയ പ്രോപ്പർട്ടിയായി നിലകൊള്ളുന്നു. 2.3% വില വർദ്ധിച്ച് 4,44,652 പൗണ്ടാണ് ശരാശരി വില.
ടെറസിഡ് പ്രോപ്പർട്ടികളുടെ വില 3% ഉയർന്ന് 2,30,994 പൗണ്ടിലേക്ക് എത്തി. ഫ്ളാറ്റുകളുടെയും മേസണേറ്റുകളുടെയും വില മാത്രമാണ് കുറഞ്ഞ പട്ടികയിലുള്ളത്. 1.6% താഴ്ന്ന് 1,93,711 പൗണ്ടിലേക്കാണ് ശരാശരി വില താഴ്ന്നത്. പോലീസ് പിന്തുടർന്നതിനെ തുടർന്ന് വാഹനങ്ങൾ നേർക്കുനേർ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ PC മാത്യു ബ്ലേഡ്സ്, PC ടോം ക്ലഫ് എന്നീ 2 പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെട്ടു. A66-ൽ തെറ്റായ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരു വോൾസ്വാഗൻ മിഡിൽബറോയ്ക്ക് സമീപത്ത് വെച്ച് ഇന്നലെ വെളുപ്പിന് 3:30 മണിയോടെ പോലീസ് വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. 37-കാരനായ PC ബ്ലേഡ്സ്, 38-കാരനായ PC ക്ലഫ് എന്നിവർക്ക് പുറമെ വോൾസ്വാഗനിൽ സഞ്ചരിക്കുകയായിരുന്ന 5 പേരുമാണ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞത്. അപകടത്തിൽപ്പെട്ട പോലീസ് വാഹനം A66-ൽ ശരിയായ ദിശയിൽ തന്നെ സഞ്ചരിക്കുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, സംശയാസ്പദമായ രീതിയിൽ കണ്ട വാഹനത്തെ പിന്തുടർന്നു വന്ന പോലീസ് വാഹനം ഇതായിരുന്നില്ല എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ക്ലീവ്ലാൻഡിന് തന്നെ ഏറ്റവും ദുഃഖകരമായ ദിനമെന്നായിരുന്നു ചീഫ് കോൺസ്റ്റബിൾ വിക്ടോറിയ ഫുള്ളർ ഇതിനെ വിശേഷിപ്പിച്ചത്. പോലീസ് സേനയ്ക്ക് വലിയൊരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. സമൂഹത്തിന്റെ സുരക്ഷയ്ക്കായി ഇറങ്ങി തിരിച്ച 2 ധീരന്മാരായ പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ വീടുകളിലേക്ക് മടങ്ങി ചെല്ലില്ല എന്നത് അങ്ങേയറ്റം ദുഃഖകരമാണെന്നും അവർ പറഞ്ഞു. ഒരു ഐറിഷ് മോട്ടോർവേയിൽ സമാനമായ രീതിയിൽ കാറുകൾ മുഖാമുഖം കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 5 പേർ കൊല്ലപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ അപകടമുണ്ടാകുന്നത്. അന്ന് മോഷ്ടിച്ച BMW-ൽ തെറ്റായ ദിശയിലൂടെ സഞ്ചരിച്ചിരുന്ന കൗമാരക്കാരായിരുന്നു മരണത്തിനിരയായത്. M9-ൽ ഞായറാഴ്ച അതിരാവിലെയായിരുന്നു അപകടം നടന്നത്. ഇപ്പോൾ നടന്ന അപകടത്തെക്കുറിച്ച് ക്ലീവ്ലാൻഡ് പോലീസിൽ നിന്നും റഫറൽ ലഭിച്ചതിനെ തുടർന്ന് ഇൻഡിപെൻഡന്റ് ഓഫീസ് ഫോർ പോലീസ് കണ്ടക്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംശയാസ്പദമായ രീതിയിൽ ഒരു വാഹനം കണ്ടതിനെ തുടർന്ന് പോലീസ് അതിനെ പിന്തുടരുന്നതിനിടയിലാണ് ആ വാഹനം A66-ലേക്ക് കടന്ന് അപകടമുണ്ടായതെന്ന് വാച്ച്ഡോഗ് പറയുന്നു. വോൾസ്വാഗനിലെ എല്ലാ യാത്രക്കാരെയും ഔപചാരികമായി തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇതുവരെ തിരിച്ചറിഞ്ഞവരുടെ കുടുംബാംഗങ്ങളെ വിവരം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, അവർക്ക് പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്. പോലീസ് വാഹനം മറ്റൊരു വാഹനത്തെ പിന്തുടരുന്നതിന്റെ ശബ്ദം കേട്ടതായി ടിവിയിലെ ലൈം റോഡിലെ നിവാസികൾ പറയുന്നു. അമിത വേഗത്തിലായിരുന്നു വാഹനം ഓടിയിരുന്നതെന്ന് ശബ്ദം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്നും അവർ പറയുന്നു. പിന്നീട് രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് അപകടത്തെക്കുറിച്ച് അറിയുന്നതെന്നും അവർ പറഞ്ഞു. അപകടത്തെ തുടർന്ന് നോർമൻ ബൈബ് റോഡിനും ചർച്ച് ലൈനിനും ഇടയിൽ A66 അടച്ചിട്ടു. ടീസ്ലേഡിലൂടെയുള്ള പ്രധാന പാതയാണിത്. മാത്രമല്ല, അപകടം നടന്ന സ്ഥലത്തിനു ചുറ്റും ചില വ്യവസായശാലകളും സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുവഴി യാത്ര ചെയ്യേണ്ടുന്നവരോട് മറ്റ് വഴികളെ ആശ്രയിക്കാൻ പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. UK-യിലെ പവർ പ്ലാന്റ് അടച്ചുപൂട്ടിയ സൈബർ ആക്രമണത്തിന് പിന്നിൽ ഇറാനുമായി ബന്ധമുള്ള ഹാക്കർമാരാണെന്ന് റിപ്പോർട്ട്. ബ്രിട്ടീഷ് താവളങ്ങൾ ഉപയോഗിക്കാൻ US-ന് അനുമതി നൽകിയതിന് UK-യോടുള്ള പ്രതികാരമായി ടെഹ്റാൻ നടത്തിയ ആക്രമണത്തിന്റെ തീവ്രത ഈ സംഭവം സൂചിപ്പിക്കുകയാണ്. സംഭവത്തെ തുടർന്ന് UK-യിലെ ഒരു ചെറുകിട ഊർജ്ജ ജനറേറ്ററിന്റെ പ്രവർത്തനം 4 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. UK-യിലെ സൈനിക താവളങ്ങൾ ഉപയോഗിച്ച് ടെഹ്റാനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ US സൈന്യത്തിന് അനുമതി നൽകിയതിനുള്ള പ്രതികാരമായാണ് ഈ ആക്രമണം കരുതപ്പെടുന്നത്. ആക്രമണം ഒരു ചെറിയ ജനറേറ്ററിനെ മാത്രമാണ് ബാധിച്ചത്. രാജ്യത്തെ പ്രധാന ഊർജ്ജ ശൃംഖലയ്ക്കോ സംവിധാനങ്ങൾക്കോ ഒരു ഘട്ടത്തിലും അപകട സാധ്യത ഉണ്ടായിട്ടില്ല എന്ന് ഡിപ്പാർട്ട്മെന്റ് ഫോർ എനർജി സെക്യൂരിറ്റി ആൻഡ് നെറ്റ് സീറോ അറിയിച്ചു. നാഷണൽ സൈബർ സെക്യൂരിറ്റി സെന്റർ നൽകുന്ന വിവരമനുസരിച്ച് റഷ്യ, ചൈന, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണകാരികൾ UK-യുടെ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾക്കും സേനകൾക്കും നേരെ സൈബർ ഭീഷണികൾ ഉയർത്തുന്നുണ്ട്. പബ്ബുകൾക്കും ഹോട്ടലുകൾക്കും ബിസിനസ് നിരക്ക് മൂല്യനിർണ്ണയം കൂടുതൽ ന്യായമാക്കുമെന്ന ഉറപ്പുമായി UK സർക്കാർ. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും പബ്ബുകൾ, ഹോട്ടലുകൾ തുടങ്ങിയ ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സുകൾക്കായുള്ള ബിസിനസ് നിരക്ക് മൂല്യനിർണ്ണയ സംവിധാനം കൂടുതൽ ന്യായമാക്കുമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തു. ഈ സ്വതന്ത്ര അവലോകനം നടക്കുന്നത് ബിസിനസ് റേറ്റ് സ്പെഷ്യലിസ്റ്റായ ജെറി ഷുർഡറിന്റെ നേതൃത്വത്തിലാണ്. 2027 മാർച്ച് അവസാനത്തോടെ ഈ റിപ്പോർട്ട് ട്രഷറിക്ക് സമർപ്പിക്കും. 2029 നടക്കാനിരിക്കുന്ന അടുത്ത പുനർമൂല്യനിർണ്ണയത്തിന് മുന്നോടിയായിട്ടായിരിക്കും പുതിയ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നത്. ഈ വർഷത്തെ നിലവിലുള്ള നിരക്കുകളെ ഇത് ബാധിക്കില്ല. കോവിഡ് കാലത്തെ ഇളവുകൾ അവസാനിച്ചതിനും പുതിയ മൂല്യനിർണ്ണയങ്ങൾ വന്നതിനും ശേഷം ഉയർന്ന നികുതി ബില്ലുകൾ കാരണം നിരവധി പബ്ബുകളും ഹോട്ടലുകളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. ഉയർന്ന ഊർജ്ജ ഭക്ഷ്യ ബില്ലുകളും ഇവരെ ബാധിച്ചിട്ടുണ്ട്. UK ഹോസ്പിറ്റാലിറ്റി, ബ്രിട്ടീഷ് ബിയർ ആൻഡ് പബ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകൾ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. ഹോസ്പിറ്റാലിറ്റി മേഖല നേരിടുന്ന യഥാർത്ഥ വ്യാപാര സാഹചര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാവണം പുതിയ മാറ്റങ്ങളെന്നാണ് അവരുടെ ആവശ്യം. ബിസിനസ് ഉടമകൾ ഇളവുകൾ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിലും മുഴുവൻ ബിസിനസ് നിരക്കുകളും പരിഷ്കരിക്കണമെന്ന് വ്യവസായം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉയർന്ന നികുതി, വേതനം, ഊർജ്ജം, ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുടെ വിലകൾ കാരണം ഈ വർഷം ബ്രിട്ടനിലുടനീളം ഒരു ദിവസം 2 പബ്ബുകൾ അടച്ചുപൂട്ടുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. UK-യിലെ ഉൽപാദനക്ഷമത ഔദ്യോഗിക വിവരങ്ങളിൽ കണക്കാക്കിയതിനേക്കാൾ വേഗത്തിൽ വളരുന്നതായി തിങ്ക് ടാങ്ക് വിശകലനം സൂചിപ്പിക്കുന്നു.
2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ച തിരിച്ചടികളിൽ നിന്ന് ബ്രിട്ടന്റെ സമ്പദ് വ്യവസ്ഥ ഒടുവിൽ കരകയറുന്നു എന്നതിന്റെ സൂചനയാണ് ഇത്. സാമ്പത്തികാരോഗ്യത്തിന്റെ ഒരു സുപ്രധാന അളവുകോലായ യുകെയിലെ ഉൽപാദനക്ഷമത ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നതിനേക്കാൾ ശക്തമായി വളരുകയാണെന്ന് റെസല്യൂഷൻ ഫൗണ്ടേഷന്റെ വിശകലനം. ഓരോ തൊഴിലാളിയും ഉൽപ്പാദിപ്പിക്കുന്ന സാമ്പത്തിക ഉൽപാദനത്തെയാണ് ഉൽപാദനക്ഷമത അളക്കുന്നത്. കൂടാതെ വളർച്ചയുടെ നിർണായക ഘടകവുമാണ്. വ്യാപകമായി പരാമർശിക്കപ്പെടുന്ന ലേബർ ഫോഴ്സ് സർവേക്ക് പകരം തൊഴിൽ ശക്തിയുടെ കൂടുതൽ കൃത്യമായ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് റെസല്യൂഷൻ ഫൗണ്ടേഷൻ ഈ നിഗമനത്തിലെത്തിയത്. കുറഞ്ഞ വൈദഗ്ധ്യമുള്ള ജോലികൾ ആളുകൾ ഉപേക്ഷിച്ചത് കൊണ്ടോ കൃത്രിമ ബുദ്ധിയുടെ ആവിർഭാവം കൊണ്ടോ മാത്രമല്ല ഈ വളർച്ച. പകരം നിലവിലുള്ള തൊഴിലാളികൾ അതേ മേഖലകളിൽ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതാണ് ഇതിന് പ്രധാന കാരണം. 2026 ആദ്യ പകുതിയിൽ G7 രാജ്യങ്ങളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി UK മാറിയെന്ന സമീപകാല ഔദ്യോഗിക വിവരങ്ങൾക്ക് പിന്നാലെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.